ഇപ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി കേരള വിഷനോട് ചേരുന്നു. ശ്രീമതി ഉഷാകുമാരി, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമുക്ക് ഉഷാകുമാരി വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ തന്നിരുന്നു. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തന്നിരുന്നു. കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് താങ്കൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യ മേഖലയിൽ ഉണ്ടോ താങ്കൾ? ഇന്നും ഞാൻ ഈ മേഖലയിൽ തന്നെയുണ്ട്. രാവിലെ ജനകനാലിന്റെ ഈ ദൗത്യം നടക്കുന്നതിന് സമീപത്ത് തന്നെ ഞാനും ഉണ്ട്. ഇന്നത്തെ കാലാവസ്ഥ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കാണുന്നത്. ഒത്തിരി വെയിലും ഒത്തിരി മഴയുടെ ഒരു സാധ്യത കാണുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ദൗത്യ സംഘം ശരിക്കും ഈ ആനയെ ട്രേസ് ചെയ്തിട്ടുണ്ട്, അതിനെ വളഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് അതിനെ എത്തിക്കാനായിട്ട് ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ അവർ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ വലിയ താമസമില്ലാതെ നമുക്ക് ഈ അരിക്കൊമ്പനെ മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും RRTയുടെ ടീം ആനയെ വളഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അതിനെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെയാണ് ആനയെ കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇന്ന് വളരെ സുഖകരമായിട്ടുള്ള ഒരു വാർത്ത ഈ ആനയുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാകുന്നത് തന്നെയാണ് ഞങ്ങൾ. ഹലോ, ശ്രീമതി ഉഷാകുമാരി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞോളൂ. ഇന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. RRT ടീം ആനയെ ശരിക്കും വളഞ്ഞിട്ടുണ്ട്. ആന ഈ ദൗത്യ മേഖലയ്ക്ക് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ തന്നെയാണ് ഞാനും ഉള്ളത്. എന്താണെങ്കിലും ഇന്ന് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാലാവസ്ഥയും അതുകൊണ്ട് തന്നെ ആനയുടെ സാമീപ്യവും ഇവിടെ കാണുക എന്നുള്ളത് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു സൂചനയായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. ആന കൃത്യമായിട്ട് ഈ ടീം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആന ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ദൗത്യ മേഖലയുടെ സമീപത്തായിട്ട് തന്നെ ആനയുടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും മയക്കുവെടി വെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ശ്രീമതി ഉഷാകുമാരി, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ഈ നമുക്കറിയാം ആനയെ ആദ്യം ട്രാക്ക് ചെയ്യുന്നു, അത് അരിക്കൊമ്പനാണെന്ന് ഉറപ്പിക്കുന്നു, അതിനുശേഷം പിന്നെ അത് ചക്കക്കൊമ്പനാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം ചക്കക്കൊമ്പനെയും അരിക്കൊമ്പനെയും കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശേഷം ചക്കക്കൊമ്പനെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നൊരു രീതി കൂടി കണ്ടതാണ്. നിലവിൽ നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത് അരിക്കൊമ്പനെ തന്നെയാണ്. അരിക്കൊമ്പനെ തന്നെയാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആനയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ തന്നെ ആനയെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇന്ന് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ജനങ്ങളുടെ ഒരു പ്രതീക്ഷ അതെങ്ങനെയാണ്? ഇന്ന് ഇത് നടക്കാറ് എന്തായാലും ഇവിടെ 144 ഇന്ന് 144. ജനങ്ങൾ വളരെ സഹിഷ്ണുതയോടുകൂടി അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമാണ്. ആ ആവശ്യത്തോട് അവർ പരിപൂർണമായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ അതിനോട് നന്നായിട്ട് സഹകരിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീമതി ഉഷാകുമാരി, കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് ഓരോ നിമിഷവും എന്താണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉഷാകുമാരി നൽകുന്നുണ്ട്. ഇന്നും അതുപോലെ തന്നെ ദൗത്യ മേഖലയിൽ നിന്ന് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ആന ഇപ്പോൾ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. വളരെയധികം നന്ദിയുണ്ട് ശ്രീമതി ഉഷാകുമാരി.